അല്പകാലം മുമ്പാണ് കോഴിക്കോട് DCC ഓഫീസിൻ്റെ ഉദ്ഘാടനം നടന്നത്. കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നത് KC വേണുഗോപാലാണ്. ചടങ്ങിൽ എല്ലാവരും ഉണ്ടായിരുന്നു. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, KA സുധാകരൻ, അങ്ങനെ എല്ലാവരും, KM മുരളീധരൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. ആ ചടങ്ങിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. എന്താണ് കോൺഗ്രസ് എന്നും കോൺഗ്രസിൻ്റെ സംസ്കാരം എന്താണെന്നും വിളിച്ചോതുന്നതായിരുന്നു ആ ദൃശ്യങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ ഒരുപാട് വൈറലായി, ദേശീയ തലത്തിലും ചർച്ചയായി. കോൺഗ്രസ്സിന് വലിയ നാണക്കേടായെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കംപ്ലീറ്റ് നാണക്കേട്. അതോടെ കോൺഗ്രസ് ഒരു കാര്യം തീരുമാനിച്ചു. ഇതുപോലത്തെ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത്, കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ എന്തെങ്കിലും ചടങ്ങ് നടക്കുന്ന സമയത്ത് അതിനുവേണ്ടി മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാനുള്ള തീരുമാനമെടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് അവർ പുതിയ കുറച്ച് കാര്യങ്ങളിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ വാർത്ത ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ദിനപത്രമായ മലയാള മനോരമയുടെ ഓൺലൈനകത്ത് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാണ് ഈ കാര്യം പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസ് തീരുമാനിച്ചതാകാനാണ് സാധ്യത. അതിൽ പറയുന്നത് വെച്ചാൽ, സ്വാഗതം പറഞ്ഞ് പതപ്പിക്കേണ്ട, സ്റ്റേജിൽ ലിംഗനിധി പാലിക്കണം, വൈകി വരരുത്, KPCC പെരുമാറ്റച്ചട്ടം തയ്യാർ എന്ന് പറഞ്ഞാണ് വാർത്ത. RP സായികൃഷ്ണയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്ത്. മനോരമ ന്യൂസിൻ്റെ ഓൺലൈനിൽ മെയ് 2 വൈകുന്നേരം 4:59 ഇത് പബ്ലിഷ് ചെയ്തു. 5 മണിക്ക് വന്ന വാർത്തയാണ്. പെരുമാറ്റച്ചട്ടം വന്നു, പതപ്പിക്കേണ്ട എന്ന് കോൺഗ്രസ്സുകാരോട് പറഞ്ഞു എന്നാണ്. കോൺഗ്രസ് പറഞ്ഞു എന്നാണ് മലയാള മനോരമയുടെ വാർത്ത. കോൺഗ്രസ്സുകാർ പതപ്പിക്കേണ്ടത് അത് സുപ്രധാനമായ കാര്യമാണ്. വരും ദിവസങ്ങളിൽ എങ്ങനെ പോകുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തൊക്കെയായാലും അത് പ്രകാരം ആ വാർത്ത പ്രകാരം പറയുകയാണെങ്കിൽ, ലിംഗനീതിയും സാമൂഹ്യനീതിയും പാർട്ടി പരിപാടികൾ ഉറപ്പുവരുത്തണമെന്നും സ്ത്രീ പ്രാതിനിധ്യം നിർബന്ധമാക്കണമെന്നുമാണ് പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്നത്. പാർട്ടി പരിപാടികൾ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തുടങ്ങി കൃത്യസമയത്ത് അവസാനിപ്പിക്കണം. ഒരുപാട് വൈകി പരിപാടികൾ ആരംഭിക്കുന്നത് കൃത്യസമയത്ത് എത്തിച്ചേരുന്നവരോടുള്ള അനാദരവാണെന്ന് പെരുമാറ്റച്ചട്ടത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അച്ചടക്ക ലംഘനമായി കണക്കാക്കും. KPCC, DCC, ബ്ലോക്ക്, മണ്ഡലം, വാർഡ് യോഗങ്ങളിൽ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച് സർക്കുലർ വൈകാതെ റിപ്പോർട്ട് ചെയ്യാനാണ് പാർട്ടി നിർദ്ദേശം. സ്വാഗത പ്രസംഗത്തിന് നിയോഗിക്കപ്പെടുന്നവർ ആ ഉത്തരവാദിത്തത്തിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കണം. വേദിയിലുള്ളവരുടെ പേരുകൾ അടങ്ങിയ നോട്ടീസ് സ്വാഗത പ്രാസംഗികരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. സ്വാഗത പ്രസംഗത്തിന് ശേഷം സംസാരിക്കുന്ന പ്രാസംഗികർ നോട്ടീസിലുള്ള പേരുകൾ വായിക്കുന്നത് ഒഴിവാക്കണം. പരിപാടിയുടെ ഓരോ സമയം എത്രയാണ്, ഓരോരുത്തരും എത്ര സമയം സംസാരിക്കണമെന്നീ കാര്യങ്ങളിൽ പരിപാടിയുടെ അധ്യക്ഷന് തീരുമാനമെടുക്കാം. വേദികളിൽ തിക്കും തിരക്കും ഉണ്ടാകാതെ നോക്കേണ്ടത് പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഘടകത്തിൻ്റെ അധ്യക്ഷൻ്റെ ചുമതലയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സദസ്സിൽ തിക്കും തിരക്കും ഉണ്ടാക്കാൻ പാടില്ല. ഇത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. തിരുവനന്തപുരത്ത് ഇന്ദിരാഭവൻ്റെ അകത്ത് ഒരു ഓഡിറ്റോറിയമുണ്ട്. ഓഡിറ്റോറിയത്തിനകത്ത് സദസ്സിനാണ് ബാക്കിയുള്ള കസേരയിൽ ഇരിക്കുന്ന ആ പോർഷനേക്കാൾ കൂടുതൽ വണ്ണവും വീതിയുമുള്ളത്. കാര്യം, സദസ്സിനകത്ത് ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വേദിയിലായിരിക്കും വരാൻ പോകുന്നത്. വേദിയിലേക്ക് എല്ലാവരും ഇരുത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് ഒരു തമാശ, ഒരു കോമഡി തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരുടെ ഇടയിലുണ്ട്. എന്തായാലും ഇപ്പോൾ തിക്കും തിരക്കും ഉണ്ടാക്കാൻ പാടില്ലെന്നാണ് പെരുമാറ്റച്ചട്ടം. എത്ര പേര് പാലിക്കുമെന്ന് കണ്ടറിയാം. മാത്രമല്ല, നേതാക്കൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ അനാവശ്യ തിരക്ക് പാടില്ല. ആവശ്യമായ മുൻകരുതലുകൾ സംഘാടകർ എടുത്തിരിക്കണം. പരിപാടിയുടെ നടത്തിപ്പിന് നിശ്ചയിച്ചിരിക്കുന്ന ഭാരവാഹികൾ അല്ലാതെ വേറെ ആരും ഉദ്ഘാടന വേദിയിലേക്ക് കയറാൻ പാടില്ല. ഇക്കാര്യത്തിൽ സേവാദളിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തണമെന്നാണ് പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്നത്. മാത്രമല്ല, സാധ്യമായ അവസരങ്ങളിലെല്ലാം പരിപാടി കവർ ചെയ്യാൻ നല്ല ഫോട്ടോഗ്രാഫറെയും വീഡിയോഗ്രാഫറെയും ചുമതലപ്പെടുത്തണമെന്നും പറയുന്നുണ്ട്. പ്രധാന പരിപാടിയാണെങ്കിൽ ലൈവ് കവറേജ് ഉണ്ടായിരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭിരുചിയുള്ള ചെറുപ്പക്കാരെ ഇതിനായി പ്രത്യേകമായി നിയോഗിക്കാമെന്നും പെരുമാറ്റച്ചട്ടത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പാർട്ടി നടത്തുന്ന ജാഥകളിൽ ബാനറിന് പിന്നിൽ മാത്രമേ നേതാക്കളും പ്രവർത്തകരും അണിനിരക്കാൻ പാടുള്ളൂ. പ്രധാനപ്പെട്ട നേതാക്കൾ ദൃശ്യമാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അവർ ചുമതലപ്പെടുത്തുന്നവർ അല്ലാതെ വേറെ ആരും പിന്നിൽ തിക്കി തിരക്കാൻ പാടില്ല. പൊതുയോഗങ്ങളിൽ നേതാക്കൾ സംസാരിക്കുമ്പോൾ പ്രസംഗ പീഠത്തിൻ്റെ പിന്നിൽ ആരും നിൽക്കാൻ പാടില്ല. അതിലേറ്റവും സുപ്രധാനമായ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരു കോൺഗ്രസിൻ്റെ നേതാവ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പുറകിൽ തിക്കിത്തിരക്കാൻ പാടില്ലെന്ന കാര്യമാണ്. അത് കോൺഗ്രസ് നടപ്പിലാകുമോ എന്നത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. കാര്യം വെച്ചാൽ, ഇപ്പോൾ പ്രതിപക്ഷ വെടിസേചൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ 4 വർഷമായിട്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഇത്രയും കാലത്തിലുള്ള നടത്തിയ പത്രസമ്മേളന എണ്ണം പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുറകിൽ മിക്കവാറും ഒരുപാട് പേർ കാണും. അല്ലെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും UDFൻ്റെ ഏതെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും
ഏതെങ്കിലും ഒരു ഓഫീസിൽ ഇരുന്ന് ഒരു പത്രസമ്മേളനം സെപ്പറേറ്റായിട്ട് വിളിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് പുറകിൽ ആളില്ലാത്ത, അല്ലാതെ ഏതെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നിൽ തെക്കിത്തിരക്കിയും ഒരുപാട് പേരുണ്ട്. ആ ദൃശ്യം കഴിഞ്ഞ 4 വർഷമായിട്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നാളെ തൊട്ട് മാറുമോ എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. എന്നാലും വരും ദിവസങ്ങളിൽ എന്തായാലും വി ഡി സതീശൻ പത്രസമ്മേളനം നടത്താതിരിക്കത്തില്ല, പത്രക്കാരെ കാണാതിരിക്കത്തില്ല. ആ സമയത്ത് എത്ര പേർ അദ്ദേഹത്തിൻ്റെ പുറകിൽ തിക്കും തിരക്കി നിൽക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കോൺഗ്രസ്സിൽ അത് നടപ്പിലാകുമോ എന്നത് അപ്പോൾ അറിയാം. മാത്രമല്ല, മൺമറഞ്ഞ നേതാക്കളുടെ അനുസ്മരണ പരിപാടികളിൽ ചടങ്ങിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കണം. തിക്കി തിരക്കാൻ പാടില്ല. ഇത്തരം യോഗങ്ങളിലെ പ്രസംഗങ്ങളും ഔചിത്യപൂർവ്വം നടത്തണമെന്ന് പെരുമാറ്റച്ചട്ടത്തിൽ ആവശ്യപ്പെടുന്നു. അത്തരം യോഗങ്ങളിൽ പ്രസംഗിക്കുന്നതും ഔചിത്യപൂർവ്വമായിരിക്കണം. ഇപ്പോഴത്തെ KPCC അധ്യക്ഷൻ ഔചിത്യപൂർവ്വം എപ്പോഴാണ് പ്രസംഗിച്ചതെന്ന് കോൺഗ്രസ്സുകാർ തന്നെ പരസ്പരം ആലോചിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മാത്രമല്ല, മറ്റു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും പാർട്ടി സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ കൃത്യമായ കാര്യപരിപാടി ഉണ്ടാകണം. സ്റ്റേജിൽ നോട്ടീസിൻ്റെ കോപ്പി ഉണ്ടായിരിക്കണം. പൊതുപരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവരോ ക്ഷണിക്കപ്പെട്ടതുമായ നേതാക്കൾ മാത്രമേ വേദിയിലുണ്ടാകാവൂ. കസേരകളുടെ എണ്ണം പരിമിതപ്പെടുത്തണം. കോൺഗ്രസിനകത്ത് കസേരകളുടെ എണ്ണം പരിമിതപ്പെടുത്തണമെന്ന്. കലാപത്തിനുള്ള ഏറ്റവും പുതിയ പരിപാടിയാണ് ഇപ്പോൾ വന്നത് എടുത്തന്നെ പറയാം. ഏതെങ്കിലും ഒരു നേതാവിന് കസേര ഇല്ലെന്ന് പറഞ്ഞ് ഒരു അടി അടക്കമുള്ള സാധ്യത കൂടി ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയാണ്. പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായിട്ട് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരു സഖ്യകക്ഷി നേതാവ് അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരു കോൺഗ്രസ്സിൽ തന്നെ മറ്റൊരു നേതാവ് വന്നു കഴിഞ്ഞാൽ ആ നേതാവിന് വേണമെങ്കിൽ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായിട്ട് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ കസേര ഇല്ലെന്ന് പറയാം. അത് അവിടെ തുടങ്ങാൻ പോകുന്ന മറ്റ് പ്രശ്നങ്ങളിലേക്ക്, മറ്റ് കലാപരിപാടികളിലേക്ക് അതിനെ എങ്ങനെ കോൺഗ്രസ് ന്യായീകരിക്കുമെന്നാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. പിന്നെ അടുത്തത്, KPCC അധ്യക്ഷൻ, AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, പാർലമെൻ്ററി പാർട്ടി നേതാവ്, സംസ്ഥാനത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി, പ്രവർത്തക സമിതി അംഗങ്ങൾ, മുൻ KPCC അധ്യക്ഷന്മാർ, AICC ഭാരവാഹികൾ, വർക്കിംഗ് അധ്യക്ഷന്മാർ, MP മാർ, MLA മാർ, DCC അധ്യക്ഷന്മാർ, മുൻ MP മാരും MLA മാരും, മുൻ മന്ത്രിമാർ എന്നിവർ പങ്കെടുക്കുന്ന യോഗങ്ങളിലെ കസേരകളിൽ അവരുടെ പേര് കൃത്യമായി രേഖപ്പെടുത്തണം. നോട്ടീസിൽ പേരില്ലാത്ത AICC KPCC ഭാരവാഹികളോ DCC അധ്യക്ഷനോ MPയോ MLAയോ അവിചാരിതമായി യോഗത്തിനെത്തിയാൽ അവരുടെ പ്രോട്ടോക്കോൾ മാനിച്ച് ഇരിപ്പിടം നൽകണം എന്ന് പറഞ്ഞാണ് ആ പെരുമാറ്റച്ചട്ടം അവസാനിക്കുന്നത്. ഇതൊക്കെ നടപ്പിലാകുമോ എന്നത് ഏറ്റവും സുപ്രധാനമായ ചോദ്യമാണ്. ഇന്നതിൽ കോൺഗ്രസ് പുതിയൊരു കാര്യമായിട്ട് വന്നിരിക്കുകയാണ്. അത് വരും ദിവസങ്ങളിൽ നടപ്പിലാകുമോ ഇല്ല നമുക്ക് കണ്ടു തന്നെ അറിയാം. പക്ഷേ ഏറ്റവും സുപ്രധാനമായ ചോദ്യമുണ്ട്. ഏകദേശം 150 വർഷത്തോളം പ്രായമുണ്ട് ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയായ കോൺഗ്രസ്സിന്. ഈ 150 വർഷമായിട്ട് ഇങ്ങനൊരു പ്രോട്ടോക്കോൾ കോൺഗ്രസ്സിനകത്തില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ മര്യാദയ്ക്ക് പെരുമാറണം എന്ന കാര്യം കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക്, 150 വർഷം പ്രായമുള്ള ഒരു പാർട്ടിയുടെ പ്രവർത്തകർക്ക് അറിയത്തില്ലേ? അത് ഏറ്റവും സുപ്രധാനമായ ചോദ്യമാണ്. എന്ത് നാണക്കേടാണെന്ന് മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ. എന്തൊക്കെയാലും കോൺഗ്രസ് പുതിയൊരു പെരുമാറ്റച്ചട്ടം എത്തിരിക്കുകയാണ്. ആ പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാനുള്ള നീക്കത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നു. ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കോൺഗ്രസിന് ഇത് നടപ്പിലാക്കാൻ സാധിക്കട്ടെ. കാരണം ഭയങ്കര നാണക്കേടായിരുന്നു. ദേശീയ തലത്തിൽ കോൺഗ്രസിനെ നയിക്കുന്ന സുപ്രധാനമായ നേതാവാണ് KC വേണുഗോപാൽ പങ്കെടുത്തൊരു പരിപാടിക്കകത്താണ് ഫ്രണ്ടിൽ വന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടി നടന്നത്. ദേശീയ മാധ്യമങ്ങൾ വരെ അത് റിപ്പോർട്ട് ചെയ്തു. അത് കോൺഗ്രസിന് മാത്രമല്ല അപമാനമായത്, മലയാളത്തിനും കേരളത്തിനും അപമാനമായിരുന്നു. അങ്ങനത്തെ നാടകങ്ങൾ, അങ്ങനത്തെ അപമാനങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ കോൺഗ്രസ് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഇതിനൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളൂ.